ശാന്തി 25/8/25 പ്രഭാതമുരളി ബാംദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഓരോ ചുവടിലും എന്ത് സംഭവിക്കുന്നുവോ അത് മംഗളകാരിയാണ്. ഈ ഡ്രാമയിൽ ഏറ്റവും അധികം മംഗളമുണ്ടാകുന്നത് ആരാണോ ബാബയുടെ ഓർമ്മയിലിരിക്കുന്നത് അവരുടേതാണ്. ചോദ്യം: ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ള ഏതൊരു കാര്യം അറിയുന്ന കുട്ടികൾക്ക് അപാര സന്തോഷത്തിൽ ഇരിക്കുവാൻ സാധിക്കും? ഉത്തരം: ആരാണോ ഇത് അറിയുന്നത്, അതായത് ഡ്രാമയനുസരിച്ച് ഇപ്പോൾ ഈ പഴയ ലോകത്തിൻ്റെ വിനാശം ഉണ്ടാകും, നാച്ചുറൽ കലാമിറ്റീസും ഉണ്ടാകും. എന്നാൽ നമ്മുടെ രാജധാനി സ്ഥാപിതമാവുക തന്നെ ചെയ്യും. ഇതിൽ ആർക്കും ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. അവസ്ഥകൾ മുകളിലും താഴെയും ആയിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ വളരെയധികം ഉന്മേഷവും ചിലപ്പോൾ അത്യധികം ശീതളമാകും. ഇതിൽ കുഴങ്ങിപ്പോകുവാൻ പാടില്ല. സർവ ആത്മാക്കളുടെയും പിതാവായ ഭഗവാൻ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഈ സന്തോഷത്തിൽ ഇരിക്കണം. ഗീതം. സദസ്സിൽ ദീപനാളം ജ്വലിച്ചുയർന്നു. ശാന്തി. മധുരമധുരമായ ചൈതന്യ ശലഭങ്ങൾക്ക് നമ്പർ വാർ പുരുഷാർത്ഥമനുസരിച്ച് ബാബ സ്നേഹസ്മരണകൾ നൽകുന്നു. നിങ്ങളേവരും ചൈതന്യ ശലഭങ്ങളാണ്. ബാബയെ ദീപനാളം എന്നും പറയും, പക്ഷേ ആ ഒന്നിനെ തീർത്തും അറിയുന്നില്ല. ദീപനാളം വലുതൊന്നുമല്ല, ഒരു ബിന്ദുവാണ്. ആരുടെയും ബുദ്ധിയിൽ ഇതുണ്ടാകില്ല. നമ്മൾ ആത്മാക്കൾ ബിന്ദുവാണ്. നമ്മുടെ ആത്മാവിൽ മുഴുവൻ പാർട്ടുമുണ്ട്. ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും നോളജ് ആരുടെയും ബുദ്ധിയിലില്ല. കുട്ടികളായ നിങ്ങൾക്ക് തന്നെയാണ് ബാബ വന്ന് മനസ്സിലാക്കിച്ചു തന്നത്, ആത്മാവിൻ്റെ റിയലൈസേഷൻ നൽകിയത്. ആത്മാവെന്താണ്, പരമാത്മാവെന്താണ് എന്ന് മുമ്പ് അറിയാമായിരുന്നില്ല. അതിനാൽ ദേഹാഭിമാനം കാരണം കുട്ടികളിൽ മോഹവുമുണ്ട്, വികാരവും വളരെയധികമുണ്ട്. ഭാരതം എത്ര ഉയർന്നതായിരുന്നു! വികാരത്തിൻ്റെ പേര് പോലും ഉണ്ടായിരുന്നില്ല. അത് വൈസ്ലെസ് ഭാരതമായിരുന്നു. ഇപ്പോഴാകട്ടെ വിഷ്യസ് ഭാരതമാണ്. ഒരു മനുഷ്യനും ഇങ്ങനെ പറയില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നത് പോലെ, ഇന്നേക്ക് 5000 വർഷം മുമ്പ് ഞാൻ ഇതിനെ ശിവാലയം ആക്കിയിരുന്നു. ഞാൻ തന്നെയാണ് ശിവാലയം സ്ഥാപിച്ചിരുന്നത്. എങ്ങനെ? അതും നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഓരോ ചുവടിലും എന്ത് സംഭവിക്കുന്നുവോ അത് മംഗളകാരി തന്നെയാണ്. ആരാണോ ബാബയെ നല്ല രീതിയിൽ ഓർമ്മിച്ച് തൻ്റെയും മംഗളം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരുടെ ഓരോരോ ദിവസവും കൂടുതൽ മംഗളകാരിയാണ്. ഇതാകട്ടെ പുരുഷോത്തമ ആകുന്നതിനുള്ള മംഗളകാരി യുഗമാണ്. ബാബയുടെ എത്ര മഹിമയുണ്ട്! നിങ്ങൾക്കറിയാം, ഇപ്പോൾ സത്യമായ ഭാഗവതം നടന്നുകൊണ്ടിരിക്കുന്നു. ദ്വാപരയിൽ എപ്പോൾ ഭക്തിമാർഗം ആരംഭിക്കുന്നു, അപ്പോൾ ആദ്യമാദ്യം നിങ്ങളും വജ്രങ്ങളുടെ ലിംഗമുണ്ടാക്കി പൂജിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് സ്മൃതി വന്നു, നമ്മൾ പൂജാരിയായിരുന്നപ്പോൾ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നു. വജ്രത്തിൻ്റെയും മാണിക്യത്തിൻ്റെയും ഉണ്ടാക്കിയിരുന്നു. ആ ചിത്രങ്ങൾ ഇപ്പോൾ ലഭിക്കുക സാധ്യമല്ല. ഇവിടെയാണെങ്കിൽ ഇവർ വെള്ളിയുടെയും മറ്റും ഉണ്ടാക്കി പൂജ ചെയ്യുന്നു. ഇങ്ങനെയുള്ള പൂജാരിമാർക്കും നോക്കൂ എത്ര മാന്യതയാണുള്ളത്. ശിവന്റെ പൂജയാകട്ടെ സർവരും ചെയ്യുന്നു, എന്നാൽ അവ്യഭിചാരി പൂജ അല്ല. ഇതും കുട്ടികൾ അറിയുന്നു. വിനാശവും തീർച്ചയായും വരാൻ പോകുന്നു. തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നാച്ചുറൽ കലാമിറ്റീസും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ആര് എത്ര തന്നെ തലയിട്ടടിച്ചാലും നിങ്ങളുടെ രാജധാനി സ്ഥാപനമാവുക തന്നെ വേണം. ഇതിൽ എന്തെങ്കിലും ചെയ്യുവാനായി ആർക്കും തന്നെ ശക്തിയില്ല. ബാക്കി അവസ്ഥകൾ മുകളിലും താഴെയും ആവുക തന്നെ ചെയ്യും. ഇത് വളരെ വലിയ സമ്പാദ്യമാണ്. ചിലപ്പോൾ നിങ്ങൾ
വളരെയധികം സന്തോഷത്തിൽ നല്ല സങ്കല്പത്തിലിരിക്കും. ചിലപ്പോൾ തണുത്തു പോകും. യാത്രയിലും ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുന്നു. ഇതിലും അങ്ങനെ തന്നെ. ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ വളരെയധികം സന്തോഷമുണ്ടാകുന്നു. ആഹാ, ബാബ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത്ഭുതമാണ്. എല്ലാ ആത്മാക്കളുടെയും പിതാവായ ഭഗവാൻ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവരാകട്ടെ പിന്നെ കൃഷ്ണനെ ഭഗവാൻ എന്ന് മനസ്സിലാക്കി. മുഴുവൻ ലോകത്തിലും ഗീതയ്ക്ക് വളരെയധികം മാന്യതയുണ്ട്. കാരണം ഭഗവാൻ ഉവാചയാണല്ലോ. പക്ഷേ ഭഗവാൻ എന്ന് ആരെയാണ് പറയുന്നത് എന്നത് ആർക്കും തന്നെ അറിയില്ല. എത്ര തന്നെ പൊസിഷൻ ഉള്ളവരായിരുന്നാലും, വലിയ വലിയ വിദ്വാനോ പണ്ഡിതനോ തുടങ്ങിയവർ ഗോഡ് ഫാദറിനെ ഓർമ്മിക്കുന്നുവെന്ന് പറയുന്നുമുണ്ട്. പക്ഷേ ആ ഒന്ന് എപ്പോൾ വന്ന് എന്തു ചെയ്തു, ഇതെല്ലാം മറന്നുപോയി. ബാബ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ഡ്രാമയിൽ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഈ രാവണ രാജ്യം വീണ്ടും ഉണ്ടാകും. നമുക്ക് വരേണ്ടി വരികയും ചെയ്യും. രാവണൻ തന്നെയാണ് നിങ്ങളെ അജ്ഞാനത്തിൻ്റെ ഘോര അന്ധകാരത്തിൽ ഉറക്കുന്നത്. ജ്ഞാനമാകട്ടെ കേവലം ഒരു ജ്ഞാനസാഗരം തന്നെയാണ് പറഞ്ഞു തരുന്നത്. അതിലൂടെ സദ്ഗതി ഉണ്ടാകുന്നു. ബാബയ്ക്കല്ലാതെ മറ്റാർക്കും സദ്ഗതി ചെയ്യുവാൻ സാധിക്കില്ല. സർവരുടെയും സദ്ഗതി ദാതാവ് ഒന്നാണ്. ബാബ കേൾപ്പിച്ചിരുന്ന ഗീതയുടെ ജ്ഞാനം പിന്നെ പ്രായലോപമായി. ഈ ജ്ഞാനം പരമ്പരയായി തുടർന്നു വരുന്നു എന്നല്ല. മറ്റുള്ളവരുടെ ഖുറാൻ, ബൈബിൾ ആദ്യായവ തുടർന്നു വരുന്നു, വിനാശമാകുന്നില്ല. നിങ്ങൾക്ക് ഏതൊരു ജ്ഞാനമാണോ ഇപ്പോൾ ഞാൻ നൽകുന്നത്, അത് പരമ്പരാഗതമായോ അനാദിയോ ആകാൻ തക്കവണ്ണം ഇതിൻ്റെ ഒരു ശാസ്ത്രവും ഉണ്ടാകുന്നില്ല. ഇത് നിങ്ങൾ എഴുതുന്നത് പിന്നെ ഇല്ലാതാകുന്നു. ഇതാണെങ്കിൽ എല്ലാം നാച്ചുറലായി കത്തി ഇല്ലാതായി പോകും. ബാബ കൽപ്പത്തിന് മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നിങ്ങളോട് പറയുകയാണ്, ഈ ജ്ഞാനം നിങ്ങൾക്ക് ലഭിക്കുന്നത് പിന്നീട് പോയി പ്രാപ്തി നേടുന്നു. പിന്നീട് ഈ ജ്ഞാനത്തിൻ്റെ ആവശ്യമേ ഉണ്ടായിരിക്കുന്നില്ല. ഭക്തിമാർഗത്തിൽ സർവശാസ്ത്രങ്ങളുമുണ്ട്. ബാബ നിങ്ങളെ ഏതെങ്കിലും ഗീത പഠിപ്പിച്ച് കേൾപ്പിക്കുകയല്ല ചെയ്യുന്നത്. ബാബ രാജയോഗത്തിൻ്റെ ശിക്ഷണം നൽകുന്നു. പിന്നെ ഭക്തിമാർഗത്തിൽ അതിൻ്റെ ശാസ്ത്രമുണ്ടാക്കുന്നു. അപ്പോൾ തകിടം മറിക്കുന്നു. അതിനാൽ നിങ്ങളുടെ മുഖ്യ കാര്യമാണ് ഗീതയുടെ ജ്ഞാനം ആരാണ് നൽകിയത്. ആ ഒന്നിൻ്റെ നാമം മാറ്റിക്കളഞ്ഞു. മറ്റാരുടെയും നാമം മാറിയിട്ടില്ല. എല്ലാവരുടെയും മുഖ്യമായ ധർമ്മശാസ്ത്രങ്ങളുണ്ടല്ലോ. ഇതിൽ മുഖ്യമായതാണ് ഡിറ്റിയിസം, ഇസ്ലാമിസം, ബുദ്ധിസം. ചിലരാണെങ്കിൽ പറയുന്നു ആദ്യം ബുദ്ധിസമാണ്, പിന്നെയാണ് ഇസ്ലാമിസം. പറയൂ, ഈ കാര്യങ്ങളുമായി ഗീതയ്ക്ക് യാതൊരു ബന്ധവുമില്ല. നമ്മുടെ കാര്യം ബാബയിൽ നിന്നും സമ്പത്ത് എടുക്കുന്നതിൻ്റെതാണ്. ബാബ എത്ര നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തരുന്നു. ഇത് വലിയ വൃക്ഷമാണ്, നല്ലതാണ്, ഫ്ലവർ വേസ് പോലെയാണ്. 3 ട്യൂബ്സ് വരുന്നു. എത്ര നല്ല വിവേകത്തോടെ ഉണ്ടാക്കപ്പെട്ട വൃക്ഷമാണ്. ആരും ഉടൻ മനസ്സിലാക്കും നമ്മൾ ഏത് ധർമ്മത്തിലേതാണ്. നമ്മുടെ ധർമ്മം ആരാണ് സ്ഥാപിച്ചത്? ഈ ദയാനന്ദ്, അരവിന്ദ് ഘോഷ് തുടങ്ങിയവർ ഇപ്പോൾ ജീവിച്ചു പോയവരാണ്. അവരും യോഗവും മറ്റും പഠിപ്പിക്കുന്നു. എല്ലാം ഭക്തി തന്നെയാണ്. ജ്ഞാനത്തിൻ്റെ പേരോ അടയാളമോ ഇല്ല. എത്ര വലിയ വലിയ ടൈറ്റിൽസ് ലഭിക്കുന്നു. ഇതെല്ലാം ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. വീണ്ടും ഉണ്ടാകും 5000 വർഷത്തിനു ശേഷം. തുടക്കം മുതൽ ഈ ചക്രം എങ്ങനെയാണോ തിരിഞ്ഞത്, വീണ്ടും എങ്ങനെയാണ് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ അറിയുന്നുണ്ട്. ഇപ്പോൾ പ്രസൻറ്റിലുള്ളത് വീണ്ടും പാസ്റ്റായി ഫ്യൂച്ചറായി മാറും. പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. എന്താണോ പാസ്റ്റ് ആകുന്നത് അത് വീണ്ടും ഫ്യൂച്ചർ ആകുന്നു. ഈ സമയം നിങ്ങൾക്ക് നോളജ് ലഭിക്കുന്നു. പിന്നെ നിങ്ങൾ രാജപദം നേടുന്നു. ഈ
ദേവതമാരുടെ രാജ്യം ഉണ്ടായിരുന്നുവല്ലോ. ആ സമയം മറ്റാരുടെയും രാജ്യം ഉണ്ടായിരുന്നില്ല. ഇതും ഒരു കഥ പോലെ പറഞ്ഞു കൊടുക്കൂ. വളരെ സുന്ദരമായ കഥയായി മാറും. ലോങ് 5000 വർഷം മുമ്പ് ഈ ഭാരതം സത്യയുഗമായിരുന്നു. ഒരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. കേവലം ദേവീ ദേവതമാരുടെ രാജ്യമായിരുന്നു. അതിനെ സൂര്യവംശി രാജ്യം എന്ന് പറയുമായിരുന്നു. ലക്ഷ്മി നാരായണന്മാരുടെ രാജ്യം 1250 വർഷം തുടർന്നു. പിന്നെ അവർ രണ്ടാമത്തെ സഹോദരന്മാരായ ക്ഷത്രിയന്മാർക്ക് രാജ്യം നൽകി. പിന്നെ അവരുടെ രാജ്യം നടന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. ബാബ വന്ന് പഠിപ്പിച്ചിരുന്നു. ആരാണോ നല്ല രീതിയിൽ പഠിച്ചത് അവർ സൂര്യവംശിയായി. ആര് ഫെയിലായോ അവർക്ക് ക്ഷത്രിയൻ എന്ന പേര് വന്നു. ബാക്കി യുദ്ധത്തിൻ്റെയോ മറ്റോ കാര്യമില്ല. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. നിങ്ങൾക്ക് വികാരങ്ങളുടെ മേൽ ജയം നേടേണ്ടതുണ്ട്. ബാബ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നു. ആര് കാമത്തെ ജയിക്കുമോ അവർ ജഗത് ജീതാകും. പിന്നീട് പകുതി കൽപ്പത്തിനു ശേഷം വീണ്ടും വാമമാർഗത്തിൽ വീഴുന്നു. അവരുടെയും ചിത്രമുണ്ട്. മുഖം ദേവതമാരുടേത് ഉണ്ടാക്കിയിരിക്കുകയാണ്. രാമരാജ്യവും രാവണ രാജ്യവും പകുതിയാണ്. അതിൻ്റെ കഥ ഇരുന്ന് ഉണ്ടാക്കേണ്ടതാണ്. പിന്നെ എന്ത് സംഭവിച്ചു, പിന്നെ എന്തുണ്ടായി? ഇതാണ് സത്യനാരായണന്റെ കഥ. സത്യം ഒരേ ഒരു ബാബയാണ്. ആ ഒന്ന് ഈ സമയത്ത് വന്ന് മുഴുവൻ ആദി മധ്യ അന്ത്യത്തിൻ്റെ നോളജ് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. അത് മറ്റാർക്കും നൽകുവാൻ സാധിക്കില്ല. മനുഷ്യരാണെങ്കിൽ ബാബയെ അറിയുന്നതേയില്ല. ഏത് ഡ്രാമയിലെ ആക്ടേഴ്സാണോ അവർക്ക് ക്രിയേറ്റർ, ഡയറക്ടർ ആദിയായവരെ അറിയുന്നില്ല. പിന്നെ ആരറിയുവാനാണ്? ഇപ്പോൾ നിങ്ങൾക്ക് ബാബ പറഞ്ഞു തരുന്നു, ഡ്രാമ അനുസരിച്ച് ഇത് വീണ്ടും ഇങ്ങനെ തന്നെ ഉണ്ടാകും. ബാബ വന്ന് കുട്ടികളായ നിങ്ങളെ വീണ്ടും പഠിപ്പിക്കും. ഇവിടെ മറ്റാർക്കും വരുവാൻ സാധിക്കില്ല. ബാബ പറയുന്നു, ഞാൻ കുട്ടികളെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. പുതിയ ആരെയെങ്കിലും ഇവിടെ ഇരുത്തുവാൻ സാധിക്കില്ല. ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ കഥയും ഉണ്ടല്ലോ. നീലം പരി, പുഖ്രാജ് പരി എന്ന നാമവും ഉണ്ടല്ലോ. നിങ്ങളിലും ചിലർ വജ്രം പോലെയുള്ള രത്നമാണ്. നോക്കൂ, രമേശ് എക്സിബിഷൻ്റെ ഇങ്ങനെയുള്ള ഒരു കാര്യം കണ്ടെത്തി. അതിലൂടെ എല്ലാവരുടെയും വിചാര സാഗരമഥനം നടന്നു. അപ്പോൾ വജ്രതുല്യമായ കാര്യം ചെയ്തുവല്ലോ. ചിലർ പുഖ്രാജാണ്, ചിലർ മറ്റൊന്നാണ്. ചിലരാണെങ്കിൽ തീർത്തും ഒന്നും അറിയുന്നില്ല. രാജധാനി സ്ഥാപിതമാകുന്നു എന്നതും അറിയുന്നു. അതിൽ രാജാക്കന്മാരും റാണിമാരും തുടങ്ങി എല്ലാവരും വേണം. നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ ബ്രാഹ്മണർ ശ്രീമത്തനുസരിച്ച് പഠിച്ച് വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. എത്ര സന്തോഷമുണ്ടാകേണ്ടതാണ്. ഈ വൃത്തിലോകം സമാപ്തമാകണം. ഈ ബാബയാണെങ്കിൽ ഞാൻ പോയി കുട്ടിയാകും എന്ന് ഇപ്പോഴേ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ബാല്യകാലത്തിൻ്റെ ആ കാര്യങ്ങൾ ഇപ്പോഴേ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നു. ചലനം തന്നെ മാറുന്നു. അതേപോലെ അവിടെയും വൃദ്ധാവസ്ഥയിലെത്തുമ്പോൾ മനസ്സിലാക്കും, ഇപ്പോൾ ഈ വാനപ്രസ്ഥ ശരീരം ഉപേക്ഷിച്ച് നമ്മൾ ശൈശവ അവസ്ഥയിലേക്ക് പോകും. കുട്ടിക്കാലമാണ് സദോ പ്രധാന അവസ്ഥ. ലക്ഷ്മി നാരായണനാകട്ടെ യുവാക്കളാണ്. വിവാഹം കഴിച്ചവരെ ശൈശവ അവസ്ഥ എന്ന് പറയില്ല. യുവ അവസ്ഥയെ രജോ എന്നും വൃദ്ധ അവസ്ഥയെ തമോ എന്നും പറയുന്നു. അതിനാലാണ് കൃഷ്ണനോട് കൂടുതൽ സ്നേഹം ഉണ്ടായിരിക്കുന്നത്. അതുതന്നെയാണ് ലക്ഷ്മി നാരായണൻ. പക്ഷേ മനുഷ്യർ ഈ കാര്യങ്ങൾ അറിയുന്നില്ല. കൃഷ്ണനെ ദ്വാപരയിലേക്കും ലക്ഷ്മി നാരായണനെ സത്യയുഗത്തിലേക്കും കൊണ്ടുപോയി. ഇപ്പോൾ നിങ്ങൾ ദേവതയാകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാബു പറയുന്നു, കുമാരിമാർ വളരെയധികം എഴുന്നേറ്റ് നിൽക്കണം, അതായത് തയ്യാറാകണം. കന്യാകുമാരി, അദർകുമാരി, ദിൽവാഡ,
ആദിയായ ഏതെല്ലാം ക്ഷേത്രങ്ങളുണ്ടോ ഇത് നിങ്ങളുടെ തന്നെ ആക്യുറേറ്റ് സ്മാരകമാണ്. അത് ജഡം, ഇത് ചൈതന്യം. നിങ്ങൾ ഇവിടെ ചൈതന്യത്തിലിരിക്കുന്നു, ഭാരതത്തെ സ്വർഗമാക്കിക്കൊണ്ടിരിക്കുന്നു. സ്വർഗം ഇവിടെ തന്നെയായിരിക്കും. മൂലവതനം, സൂക്ഷ്മവതനം എവിടെയാണ്? കുട്ടികളായ നിങ്ങൾക്ക് എല്ലാം അറിയാം. മുഴുവൻ ഡ്രാമയെയും നിങ്ങൾ അറിയുന്നു. എന്ത് പാസ്റ്റായോ അത് തന്നെ വീണ്ടും ഫ്യൂച്ചറാകും, പിന്നെ പാസ്റ്റാകും. നിങ്ങളെ ആരാണ് പഠിപ്പിക്കുന്നത്? ഇത് മനസ്സിലാക്കണം. നമ്മെ ഭഗവാനാണ് പഠിപ്പിക്കുന്നത്. സന്തോഷത്താൽ ശീതളമാകേണ്ടതാണ്. ബാബയുടെ ഓർമ്മയിലൂടെ എല്ലാ കുഴപ്പങ്ങളും മാറിപ്പോകുന്നു. ബാബ നമ്മുടെ അച്ഛനുമാണ്, നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു, പിന്നെ നമ്മെ കൂടെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി പരമാത്മാവായ ബാബയോട് ഇങ്ങനെ സംസാരിക്കണം. ബാബ, നമുക്ക് ഇപ്പോൾ മനസ്സിലായി. ബ്രഹ്മാവിനെയും വിഷ്ണുവിനെ കുറിച്ചും മനസ്സിലായി. വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും ബ്രഹ്മാവ് വന്നു. വിഷ്ണുവിനെ ക്ഷീരസാഗരത്തിൽ കാണിക്കുന്നു, ബ്രഹ്മാവിനെ സൂക്ഷ്മവതനത്തിൽ കാണിക്കുന്നു. വാസ്തവത്തിൽ ഇവിടെയാണുള്ളത്. വിഷ്ണു രാജ്യം ഭരിക്കുന്ന ആളാണ്. വിഷ്ണുവിൽ നിന്നും ബ്രഹ്മാവ് വന്നു എങ്കിൽ തീർച്ചയായും രാജ്യവും ഭരിക്കും. വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും വന്നു എങ്കിൽ കുട്ടിയായതുപോലെയാണ്. ഈ കാര്യങ്ങളെല്ലാം ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ബ്രഹ്മാവ് തന്നെയാണ് 84 ജന്മം പൂർത്തിയാക്കി ഇപ്പോൾ വീണ്ടും വിഷ്ണുപുരിയുടെ അധികാരിയാകുന്നത്. ഈ കാര്യങ്ങൾ ആരും പൂർണ്ണ രീതിയിൽ മനസ്സിലാക്കുന്നില്ല. അതിനാൽ ആ സന്തോഷത്തിൻ്റെ രസം കയറുന്നില്ല. ഗോപികമാരും നിങ്ങളാണ്. സത്യയുഗത്തിൽ ആകില്ല. അവിടെ പ്രിൻസസ് ആകും. ഗോപികമാരുടെ ഗോപി വല്ലഭൻ ഉണ്ടല്ലോ. പ്രജാപിത ബ്രഹ്മാവാണ് സർവരുടെയും പിതാവ്. പിന്നെ സർവ ആത്മാക്കളുടെയും പിതാവ് നിരാകാരനായ ശിവനാണ്. ഇതെല്ലാം മുഖവംശാവലിയാണ്. നിങ്ങൾ എല്ലാ BKസും സഹോദരി സഹോദരനായി, ക്രിമിനൽ ആയി ഉണ്ടാവുക സാധ്യമല്ല. ഇതിൽ തന്നെയാണ് മായ തോൽപ്പിക്കുന്നത്. ബാബ പറയുന്നു, ഇപ്പോൾ വരെയും എന്തെല്ലാം പഠിച്ചുവോ അതിനെ ബുദ്ധി കൊണ്ട് മറക്കൂ. ഞാൻ എന്ത് കേൾപ്പിക്കുന്നുവോ അത് പഠിക്കൂ. ഏണിപ്പടി വളരെ ഫസ്റ്റ് ക്ലാസ് ആണ്. മുഴുവൻ ആധാരവും ഒരു കാര്യത്തിന്മേലാണ്. ഗീതയുടെ ഭഗവാൻ ആരാണ്? കൃഷ്ണനെ ഭഗവാൻ എന്ന് പറയുക സാധ്യമല്ല. കൃഷ്ണനാണെങ്കിൽ സർവഗുണ സമ്പന്നനായ ദേവതയാണ്. കൃഷ്ണന്റെ പേരാണ് ഗീതയിൽ നൽകിയിരിക്കുന്നത്. കറുപ്പിച്ചതും കൃഷ്ണനെയാണ്. പിന്നെ ലക്ഷ്മി നാരായണനെയും കറുപ്പിക്കുന്നു. ഒരു കണക്കുമില്ല. രാമചന്ദ്രനെയും കറുപ്പിക്കുന്നു. ബാബ പറയുന്നു, കാമചിതയിൽ ഇരിക്കുന്നതിലൂടെയാണ് കറുപ്പായത്. ഒരാളുടെ പേരായിരിക്കും സൂചിപ്പിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ബ്രാഹ്മണരാണ്. ഇപ്പോൾ നിങ്ങൾ ജ്ഞാനചിതയിലിരിക്കുന്നു. ശൂദ്രർ കാമചിതയിലിരിക്കുന്നു. ബാബ പറയുന്നു, എങ്ങനെ ഉണർത്തട്ടെ എന്ന് വിചാരസാഗര മഥനം ചെയ്ത് യുക്തികൾ കണ്ടെത്തൂ. ഉണരുന്നതും ഡ്രാമ അനുസരിച്ചായിരിക്കും. ഡ്രാമ വളരെ പതുക്കെയാണ് ചലിക്കുന്നത്. ശരി, മധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സദാ ഈ സ്മൃതിയിലിരിക്കണം, നമ്മൾ ഗോപി വല്ലഭൻ്റെ ഗോപികമാരാണ്. ഈ സ്മൃതിയിലൂടെ സദാ സന്തോഷത്തിൻ്റെ രസം കയറിയിരിക്കട്ടെ. ഇപ്പോൾ വരെയും എന്തെല്ലാം പഠിച്ചുവോ അതിനെ ബുദ്ധി കൊണ്ട് മറന്ന് ബാബ എന്ത് കേൾപ്പിക്കുന്നുവോ അത് തന്നെ പഠിക്കണം. നമ്മൾ സഹോദരി സഹോദരന്മാരാണ്. ഈ സ്മൃതിയിലൂടെ ക്രിമിനൽ ആയി സമാപ്തമാക്കണം. മായയോട് തോറ്റുപോകരുത്. വരദാനം: സേവനത്തിലൂടെ യോഗയുക്ത സ്ഥിതി അനുഭവിക്കുന്ന ആത്മീയ സേവാധാരിയായി ഭവിക്കട്ടെ. ബ്രാഹ്മണ ജീവിതം സേവനത്തിൻ്റെ ജീവിതമാണ്. മായയിൽ നിന്നും ജീവനോടെ നിലനിൽക്കാനുള്ള ശ്രേഷ്ഠ ഉപാധി സേവനമാണ്.
സേവനം യോഗയുക്തം ആക്കണം. എന്നാൽ കേവലം വായ്കൊണ്ടുള്ള സേവനമല്ല, കേട്ട മധുര വാക്യങ്ങളുടെ സ്വരൂപമായി സേവനം ചെയ്യണം. നിസ്വാർത്ഥമായി സേവനം ചെയ്യണം. ത്യാഗത്തിൻ്റെയും തപസ്യയുടെയും സ്വരൂപത്തിലൂടെ സേവനം ചെയ്യണം. പരിധിയുള്ള കാമനകൾക്കുപരി നിഷ്കാമ സേവനം ചെയ്യണം. ഇതിനെയാണ് പറയുന്നത് ഈശ്വരീയം അഥവാ ആത്മീയ സേവനം. വായ്കൊണ്ട് ചെയ്യുന്നതിനോടൊപ്പം മനസ്സിലൂടെ സേവനം ചെയ്യണം. അതായത് മന്മനാഭവ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യണം. സ്ലോഗൻ: ആകൃതിയെ നോക്കാതെ നിരാകാരനായ ബാബയെ നോക്കുമെങ്കിൽ ആകർഷണമൂർത്തിയായി മാറും. അവ്യക്ത സൂചന: സഹജയോഗി ആകണമെങ്കിൽ പരമാത്മാ സ്നേഹത്തിൻ്റെ അനുഭവിയാകൂ. ബാബ്ദാദയ്ക്ക് കുട്ടികളോട് ഇത്രയും സ്നേഹമുണ്ട്. അത് കാരണം ഓരോ കുട്ടിയും എന്നേക്കാളും മുന്നിലാകട്ടെ എന്ന് മനസ്സിലാക്കുന്നു. ലോകത്തിലും ആരോടെങ്കിലും കൂടുതൽ സ്നേഹമുണ്ടെങ്കിൽ അവരെ തന്നേക്കാളും മുന്നിലാക്കുന്നു. ഇത് സ്നേഹത്തിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ബാബ്ദാദയും പറയുന്നു, എൻ്റെ കുട്ടികളിൽ ഇപ്പോൾ യാതൊരു കുറവും ഉണ്ടായിരിക്കരുത്. എല്ലാവരും സമ്പൂർണവും സമ്പന്നവും സമാനവുമായി മാറട്ടെ. ഈ പരമാത്മാ സ്നേഹം സഹജയോഗി ആക്കി മാറ്റുന്നു. ഓം ശാന്തി. ബുദ്ധിയെ നാനാഭാഗത്തു നിന്നും വേർപെടുത്തി സ്വയം തൻ്റെ ആത്മസ്വരൂപത്തെ കാണൂ. ഭൃഗുടി മധ്യത്തിൽ അതിസൂക്ഷ്മ നക്ഷത്രം പോലെ തിളങ്ങുന്ന ആത്മസ്വരൂപത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കൂ. ഞാൻ സ്വരാജ്യ അധികാരി ആത്മാവാണ്. ഞാൻ കർമ്മേന്ദ്രിയങ്ങളുടെ അധികാരിയാണ്. എന്നിൽ നിന്നും ശീതളതയുടെ പ്രകാശം നാനാഭാഗത്തും വ്യാപിക്കുന്നു. ഈ ശീതളമായ പ്രകാശം സർവ കർമ്മേന്ദ്രിയങ്ങളെയും ശീതളമാക്കുന്നു. ഈ ദൃശ്യ പ്രപഞ്ചത്തിനും ഉപരിയായി ഞാൻ എൻ്റെ സ്വഗ്രഹമായ ബ്രഹ്മലോകത്തിൽ സ്ഥിതി ചെയ്യുന്നു. വരദാതാവായ ബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്ത് എൻ്റെ മനസ്സും ബുദ്ധിയും പരമജ്യോതി സ്വരൂപത്തിൽ ഏകാഗ്രമാക്കുന്നു. സംഗമയുഗത്തിലെ അതിശ്രേഷ്ഠവും അതീവ സുന്ദരവുമായ ഈ പരമാത്മാ മിലനത്തിലൂടെ എനിക്ക് ഈശ്വരീയ സമ്പത്തും വരദാനവും പ്രാപ്തമാകുന്നു. ഭോലാനാഥനായ ശിവബാബയുടെ ഈ ദിവ്യ കിരണങ്ങൾ എൻ്റെ ബുദ്ധിയിൽ സ്പർശിക്കുമ്പോൾ ഈ സർവ ഗുണങ്ങളുടെയും സർവശക്തികളുടെയും അധികാരിയായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. ബാബ നൽകുന്ന ഈ ദിവ്യ വരദാനങ്ങൾ എന്നെ റോയൽ ഫാമിലിയുടെ അധികാരിയാക്കി മാറ്റുന്നു. രാജസിംഹാസനത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. സത്യയുഗി രാജ്യഭാഗ്യത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. സഫലതയുടെ അധികാരിയാക്കി മാറ്റുന്നു. ഈ അതിശ്രേഷ്ഠ ഈശ്വരീയ ശക്തികളുടെയും ശ്രേഷ്ഠ ഗുണങ്ങളുടെയും സർവശ്രേഷ്ഠ ഖജനാവുകളാൽ സമ്പന്നമായി ബാലക് സോ മാലിക്കായി മസ്തക സിംഹാസനത്തിൽ
ഞാൻ വിരാജിക്കുന്നു.